നാണമുണ്ടോ എൻ ടി എ? എനിക്ക് ഈ മൊമെന്റിൽ ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം അതാ. പേപ്പർ ചോർന്നു എന്ന കാരണത്തോടെ നീറ്റ് 2026 അങ്ങനെ ഒഫീഷ്യലി ക്യാൻസൽ ചെയ്തു. എൻ ടി എൻ്റെ ഭാഗത്തുനിന്ന് വരുത്തിയ തെറ്റ് കാരണം അവരെടുത്ത തീരുമാനമാണ് ഞങ്ങൾ 2026 പേപ്പർ റദ്ദാക്കുന്നു. പേപ്പർ റദ്ദാക്കാനും വീണ്ടും നടത്താനുമൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. പക്ഷേ ഇതിൽ ബലിയാടാകുന്നത് നല്ല വൃത്തിക്ക് പഠിച്ച് MBBS എന്ന് പറഞ്ഞ വലിയൊരു സ്വപ്നത്തിലേക്ക് എത്താനുള്ള ഒരു സേഫ് സ്കോറും നേടി കോളേജ് ലൈഫും ഒക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരുപാട് നല്ല മക്കളുണ്ട്. പഠിച്ചെഴുതി നല്ല മാർക്കും റാങ്കും ഒക്കെ പ്രതീക്ഷിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ ആ പ്രയത്നത്തിന് യാതൊരു വിലയും കൊടുക്കാതാണ് NT ഈ വട്ടം വേഗം ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കി. ഞങ്ങൾ നീറ്റ് 2026 ക്യാൻസൽ ചെയ്യുന്നു. ഇത്രയും കൊല്ലം 2, 3, 4 കൊല്ലം ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് MBBS കിട്ടി സാർ, ഞാൻ ആ ഫൈനൽ ഗോളിൽ എത്തി സാർ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെയൊക്കെ പ്രയത്നങ്ങൾ ഒന്നുമല്ലാതെയായി. എനിക്ക് അവരെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കേണ്ടത്. ഇന്ത്യക്ക് പല തീരുമാനങ്ങൾ എടുക്കാം, പക്ഷെ ബലിയാടാകുന്നത് ഇതേപോലെ കുട്ടികളാണ് ബലിയാടാകുന്നത്. വീണ്ടും അവർ ടെൻഷനും ഡിപ്രഷനും ഒക്കെ അനുഭവിക്കേണ്ട ഒരു ഫേസിലേക്ക് അവരെ തള്ളിയിടുകയാണ് ചെയ്തത്. എനിക്കിനി മക്കളോടാണ് പറയാനുള്ളത്, ഇതൊരു വശത്തൂടെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ മുമ്പോട്ട് പോകും. ബട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി ഒരു റീനീറ്റ് ഉണ്ട് എന്ന് കരുതി തന്നെ ഞാൻ ആദ്യ നീറ്റിൽ പെർഫോം ചെയ്ത പോലെ തന്നെ ഒന്നുകൂടെ ഉഷാറായിട്ട് ഒന്നുകൂടെ മുകളിൽ ഞാൻ പ്രയത്നിക്കും, നല്ലപോലെ മാർഗം വായിക്കും എന്ന് കരുതി നിങ്ങൾ രണ്ടാമത്തെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. പ്രതിഷേധം ഒരു വഴിയിലൂടെ പോട്ടെ, നിങ്ങൾ പ്രിപ്പറേഷനും ഒരു വഴിയിലൂടെ കൊണ്ടുപോവുക. ബാക്കി വരുന്നിടത്ത് വെച്ച് നമുക്ക് നോക്കാം. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോട്ടെ. നമ്മുടെ ചാനലിൽ ലൈവുകളും കാര്യങ്ങളും തുടർന്ന് പോകും. നല്ല പോലെ പഠിക്കുക. അടുത്ത് എന്താണ് NTAൻ്റെ തീരുമാനം നമുക്കത് മുമ്പോട്ട് അറിയിക്കാം. നമ്മൾ പ്രതിഷേധവുമായിട്ട് നമ്മൾ മുമ്പോട്ട് തന്നെ പോകുന്നുണ്ട്. നിങ്ങളെ എല്ലാ അപ്ഡേറ്റുകളും കൃത്യസമയത്ത് തന്നെ നമുക്ക് അറിയിക്കാം.